ദൈവത്തിന് മഹത്വം. യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന സംഭവങ്ങൾ 275 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. നാം ഈ ദിവസം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും ഭീഷണിയായിരിക്കുമെന്നാണ് അണുവായുധ ഭീഷണി, അണുബോംബുകൾ. 1945 അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിട്ടു. ആദ്യം പറഞ്ഞു യുദ്ധത്തിൽ നമുക്ക് പിന്മാറാൻ പറഞ്ഞു, പറ്റിയെന്ന് പറഞ്ഞു. ഒരാദ്യമിട്ട ബോംബിന്റെ പേര് ലിറ്റിൽ ബോയ്, ഒരു ചെറിയ കുട്ടി. അതായിരുന്നു ആ ബോംബിന്റെ പേര്. ആ ബോംബിട്ടു. പതിനായിരങ്ങളെ അവിടെ മരിച്ചു വീണു. എന്നിട്ടും അവർ പുറകോട്ട് പോയില്ല. രണ്ടാമത്തെ ബോംബിന്റെ പേരാണ് ഫാറ്റ് ബോയ്, തടിയൻ കുട്ടി, അല്ലെ, വണ്ണമുള്ളൊരു കുട്ടി. ആ രണ്ടാമത്തെ ബോംബ് എന്നപ്പോഴത്തേക്ക് നാഗസാക്കിയും ഹിരോഷിമയിലും തകർന്ന് തരിപ്പണമായി. അവിടെയുള്ള ഒരു മനുഷ്യനും ജീവിച്ചില്ല. കന്നുകാലികൾ പോയി, ഭൂമി കത്തിയെരിഞ്ഞു, കെട്ടിടങ്ങൾ ചാരമായി മാറി. നോക്കിക്കോണം, ഇന്നേക്ക് ഏകദേശം 80 വർഷത്തിന് മുമ്പേ ഇട്ട് ബോംബിന്റെ പവർ ഇന്നും അതിന്റെ അടുത്തുകൂടെ പോകാൻ പറ്റിയില്ല. അതിന്റെ അടുത്തുള്ള ആളുകൾക്ക് ഇതിന് ഇപ്പോഴും സ്മെല്ലുണ്ട്. അതിന് മേളിലൂടെ പക്ഷികൾക്ക് പറക്കാൻ പറ്റിയില്ല. അത്രമാത്രം മാരകമായ ബോംബാണ് അവിടെ ഇട്ടത്. അങ്ങനെയാണെങ്കിൽ 80 വർഷം കഴിഞ്ഞില്ലേ? ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ചിന്തിച്ചു നോക്കാം നമുക്ക്. അതിനെക്കാട്ടിലും മാരകമായ ബോംബുകൾ നമുക്കതിന് പേരൊന്നും പറയാൻ കിട്ടിയേല. ഏത് സൈസ് വേണേലുണ്ട്, ഏത് ടൈപ്പ് വേണേലുണ്ട്. മനുഷ്യൻ മാത്രം ചാകുന്ന ബോംബ്, മൃഗങ്ങൾ മാത്രം ചാകുന്ന ബോംബ്, കെട്ടിടങ്ങളൊക്കെ മാത്രം ഇടിഞ്ഞു പോകുന്ന ബോംബ്. കാരണം ഇത് ഭീഷണിയായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കിനി അധികം നാൾ ലോകത്തൊന്നുമില്ല. കാരണം ഈ ബോംബെല്ലാം ഭൂമി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം കൂടെ പൊട്ടിക്കഴിഞ്ഞാൽ ലോകം മുഴുവൻ പോകും. പക്ഷെ ദൈവം സമ്മതിക്കുന്നില്ല. അതിനുമുമ്പ് തന്റെ വിശുദ്ധന്മാരെ ചേർക്കേണ്ടത് ദൈവത്തിന്റെ വചനത്തിന് സത്യമാണ്. മലാഖി പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, 4-1 വാക്യം, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു. ചൂള പോലെ ഭൂമിയാണ്, കത്തുന്ന ദിവസം വരുന്നു. അവിടെ പ്രധാനമായൊരു ഭാഗം പറയുന്നുണ്ട്, അഹങ്കാരികളെ. ദൈവത്തിന് ഏറ്റവും മണക്കുള്ളതാണ് അഹങ്കാരികളെ. അത് ലോക മനുഷ്യനായിരുന്നാലും, ബന്ധക്കോസ് ഉള്ളവനായിരുന്നാലും, വിശ്വാസിയായിരുന്നാലും അവിശ്വാസിയായിരുന്നാലും അഹങ്കാരികളോട് വലിയ താല്പര്യമൊന്നുമില്ല ദൈവത്തിന്. രണ്ടാമത് ദുഷ്പ്രവർത്തിക്കാര്, നല്ല പ്രവർത്തനമൊന്നും ചെയ്യല, ദുഷ്ടമായ പ്രവർത്തിക്കുന്നവർ. അവിടെ പറയുന്നത് വേരും കൊമ്പും ശേഷിപ്പിക്കാതെ സകലത്തെ ദഹിപ്പിച്ചു കളയുമെന്ന് ഈ മലാഖി പ്രവാചകൻ പറയുന്നുണ്ട്. സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സംഭവം വരാൻ പോവുകയാണ്. 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 10, 11, 12, 10 മുതൽ 12 വാക്യം. താൻ പറഞ്ഞിരിക്കുന്ന ആ പ്രവചനം കേക്ക്. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ
കത്തും, കത്തി അഴികയും ഭൂമിയും അതുള്ള പണികളും വെന്നുപോകും. നമ്മുടെ പത്രോസ് അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞു. പക്ഷേ ശാസ്ത്രലോകം ഇത് അംഗീകരിച്ചില്ല. ശാസ്ത്രലോകം പറഞ്ഞിരിക്കുന്ന ബൈബിളിന് മാന്യതയുണ്ടെന്നേ. ഈ പത്രോസ് ആവശ്യമില്ലാത്ത ഈ വാക്യങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ചതേ അത് ബൈബിളിനെ സംബന്ധിച്ച് അത് വലിയ തെറ്റാണ്. കാരണം ബൈബിൾ സത്യമാണെന്ന് പറഞ്ഞാലും ഈ പത്രോസ് ഇവിടെ എഴുതി പിടിപ്പിച്ചിരിക്കുന്ന മൂലപദാർത്ഥങ്ങൾ കത്തഴിച്ചു പോകുന്നത്. ശാസ്ത്രലോകം വിളിച്ചു പറഞ്ഞ് ബൈബിൾ പഠിതാക്കളെ അടുത്ത ബൈബിൾ വേണ്ടി കഴിയുമ്പോൾ ഈ വാക്യം മാറ്റണമെന്ന്. ആകാശം മാറിപ്പോകാം, ഭൂമി മാറിപ്പോകാം, എല്ലാം മാറിപ്പോയിരുന്നാൽ ഈ ബൈബിളിന്റെ ഒരു വാക്യവും മാറിപ്പോയില്ല. പക്ഷേ 1945 ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിട്ടു. അവിടെ കത്താത്ത ഒന്ന് മൂലപദാർത്ഥം ഭൂമിയുള്ള എല്ലാം കൂടെയാണ്. ഇവിടുത്തെ ഭൂമിയിലെ പാറയായിരുന്നാലും കല്ലായിരുന്നാലും മണ്ണായിരുന്നാലും മരമായിരുന്നാലും ഇവിടുത്തെ സകലവും അത് കത്തി. പക്ഷേ ശാസ്ത്രവും തിരുത്തി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അപാകതയാണ്. കാരണം ഞങ്ങൾ അത്രയും ചിന്തിച്ചില്ലെന്ന്. മൂലപദാർത്ഥങ്ങളൊക്കെ കത്തിപ്പോകുന്ന ഞങ്ങൾ ചിന്തിച്ചില്ലെന്ന്. പക്ഷെ അവർ പറഞ്ഞു ഞങ്ങൾ മാപ്പ് പറയുന്നു, വാക്യം മാറ്റണ്ട. ശാസ്ത്രലോകം പറഞ്ഞതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ എത്ര സത്യമാണെന്നറിയാമോ? ഒരു തെറ്റും പറയാത്ത, ഒരു വാക്യത്തിന് പശയില്ലാത്ത ഒരു ഗ്രന്ഥമാണ് ബൈബിൾ. ഇത് പഠിച്ചവർ, വിശ്വസിച്ചവർ, വായിച്ചവർ ദൈവമില്ലെന്ന് പറയേല. ദൈവമില്ലെന്ന് പറയുന്നത് ബൈബിൾ അറിയേല. ബൈബിൾ നോട്ടൊന്ന് വായിച്ചു നോക്കിക്കേ, ദൈവം ഉണ്ടെന്ന് അറിയും. അതാണ് ദൈവം ആരാന്ന് അറിയും. നമ്മുടെ കർത്താവിനെ പറ്റി പൗലോസ് കൊലോസ്യർക്ക് പറയുന്നത് 2:15 വാക്യം, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. നോക്കിക്കോണം, യേശു ക്രൂശിൽ മരിച്ചത് പരാജയത്തിലല്ല. യേശു ക്രൂശിൽ മരിച്ചത് ഭരണാധികാരിയുടെ പവറല്ല. യേശു ക്രൂശിൽ മരിച്ചത് പട്ടാളക്കാരുടെ ബലമല്ല. പക്ഷെ അവൻ ജയിക്കുമായിരുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചില്ലായിരുന്നു എങ്കിൽ, തനിതുപോലെ വിലയേറ്റില്ലായിരുന്നെങ്കിൽ യേശു പരാജയപ്പെടുകയുള്ളായിരുന്നു. പക്ഷെ ലോകത്തിന് പിടികിട്ടിയില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് വാഴ്ചകളെയും സകല അധികാരങ്ങളെയും ക്രൂശിൽ അവരുടെ ജയോത്സവം കൊണ്ടാടി ജയിച്ചവനായിട്ടാണ്. പരാജയപ്പെട്ട യേശുവല്ല. എല്ലാ വർഷവും ഒരു പരാജിതനായ യേശുവിനെ ധ്യാനിക്കാൻ നമുക്ക് അവകാശമില്ല. വർഷത്തിൽ ഒരിക്കൽ ദുഃഖവെള്ളിയാഴ്ച ഉണ്ടല്ലോ, ആ നിലവിളിയും കരച്ചിലും ഒക്കെ കാണുന്നുണ്ട്. പോട്ടെ, പക്ഷേ ഞങ്ങൾ പറയുന്നു, ജയോത്സവം കൊണ്ടാടി യേശു തന്റെ ജനത്തെ സ്വീകരിപ്പാൻ വരുന്നുണ്ട്. ഇന്ന് നടക്കുന്ന യുദ്ധങ്ങളെ, ബോംബടിയിലെ കൊലപാതകങ്ങളെല്ലാം വിളിച്ചു പറയുന്നു.